പേര് വെക്കാത്ത ഒരു കള്ളപ്പരാതിയുടെ പേരിൽ തന്റെ ഉൾപ്പെടെ പേര് വെച്ച് ഉടുമ്പൻചോല തഹസിൽദാർ ഒരു ഉത്തരവ് ഇറക്കുകയും അത് അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് വാർത്തയാക്കിയതിലും പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്നാണ് ഇപ്പോൾ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. തനിക്കെതിരെ ആരോപണം ഉയർത്തി CPMനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണെന്നും ഉത്തരവിനെയും പ്രചാരണങ്ങളെയും നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും CV വർഗീസ് പറഞ്ഞിട്ടുണ്ട്. അതെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി കൂടി ചില ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആ പ്രതികരണം. ജീവനിൽ പേടിയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന് ചേർത്ത് പേര് വെക്കാത്ത ഒരു വ്യാജ പരാതിയുടെ പേരിൽ തന്റെയും മകന്റെയും മരുമകന്റെയും പേര് ചേർത്ത് ഒരു അന്വേഷണ ഉത്തരവിറക്കുകയും അത് അന്നുതന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്തതിലെ ഗൂഢാലോചനയാണ് CV വർഗീസ് ചൂണ്ടിക്കാണിക്കുന്നത്. CPMനെ അപകടപ്പെടുത്തുക, CPMന്റെ ജില്ലാ സെക്രട്ടറി അപകടപ്പെടുത്തുക, അതിലൂടെ CPMനെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമമാണ് ഇത്തരമൊരു കാര്യം. അതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുക. അതുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരായി നിയമപരമായി സ്വീകരിക്കേണ്ട നടപടിയെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കും. പിന്നെ രാഷ്ട്രീയമായി ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതിന് ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും. PWD റോഡ് പണി നടക്കുന്നതിനെ CPIM ജില്ലാ സെക്രട്ടറിയുടെ പാറമട എന്നാണ് ഒരു മാധ്യമം വാർത്ത കൊടുത്തത്. തന്റെ മകനും മകളുടെ ഭർത്താവും കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജില്ലയിലെ ഒരു ഉദ്യോഗസ്ഥനെയും താൻ വിളിച്ചിട്ടില്ല. അവർക്കെതിരെ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. തന്റെ പേര് വലിച്ചഴിച്ച് CPIMനെ വേട്ടയാടുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. വ്യാജ പ്രചരണങ്ങളെ രാഷ്ട്രീയമായും ഉടുമ്പൻചോല തഹസീൽദാരുടെ ഉത്തരവിനെ നിയമപരമായും നേരിടുമെന്ന് CV വർഗീസ് പറഞ്ഞു. കൈരളി ന്യൂസ്, ഇടുക്കി.